നമ്മൾ ഒരിക്കലും രക്തസാക്ഷികളെ സൃഷ്ടിച്ച് കച്ചവടം ചെയ്യാറില്ല. സജിത്തിലാണ് കടലിൽ വീണ് ഈ മണ്ണിൽ നിന്ന് പറയുന്നു. നമുക്ക് ഒരുപാട് രക്തസാക്ഷികളുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു രക്തസാക്ഷികൾ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ പഠിക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷികൾ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന യത്രക്കാരുടെ രാഷ്ട്രീയമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്യാമ്പസിൽ പാവപ്പെട്ടവന്റെയും അതേപോലെ തന്നെ സാധാരണക്കാരന്റെ പേരിൽ പറഞ്ഞ് വിദ്യാർത്ഥികളുടെ വോട്ട് വാങ്ങി ജയിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, കാലാകാലങ്ങളായി നമ്മുടെ ക്യാമ്പസിലും നാട്ടിലും പാവപ്പെട്ടവരും രക്തസാക്ഷികൾ അവസാനിക്കുന്നില്ല. ഇതിന് കാരണമാണ് ഈ ക്യാമ്പസുകളിലൊക്കെ അരാജകത്വം സൃഷ്ടിക്കുന്ന യന്ത്രക്കാർ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വിമൽ ജ്യോതി കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് ഒരു വീട്ടിൽ നിന്നൊരു വിദ്യാർത്ഥിയെ ഒരു ക്യാമ്പസിലേക്ക് വിടുന്നത് അവന് സ്വസ്ഥമായി ജീവിക്കാനും പഠിക്കാനുള്ള സാഹചര്യം ആ കോളേജ് ഒരുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. എന്നാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പിരിഞ്ഞ് കാശുണ്ടാക്കുന്ന രീതിയിൽ പോകുന്ന വിമൽ ജ്യോതി മാനേജ്മെന്റിന് പാലം ഭരിച്ച ചങ്കുറപ്പുള്ള KSCക്കാരാണ് എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിളിക്കുന്ന ഈ മുദ്രാവാക്യം, നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം ജയ് KSU എന്ന് പറയുന്ന മുദ്രാവാക്യം അതൊരിക്കലും അക്രമത്തിന്റെ ആയിരുന്നില്ല. ആയിരുന്നെങ്കിൽ 1957 ആലപ്പുഴയിൽ ഉദയം ചെയ്യുന്ന KSU അക്രമകാരികളായിരുന്നെങ്കിൽ ഇന്ന് 1970 ക്യാമ്പസിൽ എഴുതുന്ന SFI എന്ന പ്രസ്ഥാനം ഒരു ക്യാമ്പസിലുണ്ടാവില്ല. നമ്മൾ കാണിച്ച സഹിഷ്ണുത, നമ്മൾ കാണിച്ച അഹിംസ, അതുകൊണ്ടാണ് ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ കേരളത്തിലെ ക്യാമ്പസിൽ വന്നത്. നമ്മൾ കാണിച്ച ആ മാന്യത തിരിച്ച് ഓരോ SFIക്കാരും KSCക്കാരോട് കാണിച്ചില്ലെങ്കിൽ അടികൊണ്ട് മടുക്കുമ്പോൾ KSCക്കാർ തിരിച്ചടിക്കുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ മാറും. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകൾ മാറാതിരിക്കണമെങ്കിൽ SFIയുടെ സംസ്ഥാന നേതൃത്വം തിരിച്ചറിയേണ്ട കാര്യം വന്നിരിക്കുന്നു. കാരണം KSCക്കാർ പതുങ്ങി നിൽക്കുന്നവരല്ല, സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ്. നമ്മൾ ചാടി വീണാൽ മുമ്പിൽ നിൽക്കുന്നവർ കൗതുക പൊടിയോ. കാരണം അത്തരത്തിൽ ചാടി വീണ് തകർക്കാൻ ശക്തിയുള്ള പ്രസ്ഥാനം, ചങ്കൂറ്റുള്ള പ്രസ്ഥാനം തന്നെയാണ് KSU. പക്ഷെ നമ്മൾ കാണിക്കുന്ന പ്രതിപക്ഷ ബഹുമാനം, മാന്യത തിരിച്ച് KSU പ്രവർത്തകർക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ മാന്യതയുടെ ആ രീതി മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഈ കണ്ണൂരിൽ നിങ്ങൾ ചുമന്ന കടലൊക്കെ എന്ന് പറയും, എല്ലാ ചുമന്ന കടലും. പക്ഷേ ആ ചുമന്ന കടലിൽ ആളുകൾ സൃഷ്ടിക്കുന്ന നീലക്കൊടിയുണ്ടല്ലോ, അതാണ് ചങ്കൂറ്റത്തിന്റെ പ്രതീകം. 10,000 കൂടെ കമ്പിവടി വളരെ ആയുധങ്ങളെ പോകുമ്പോഴേക്ക് ആർക്കും വരാം, ആരും ചങ്കൂറ്റല്ല. പക്ഷെ 10,000 പേര് കേരളത്തിലെ ക്യാമ്പസിൽ KSUക്കാരെ അടിക്കാൻ വരുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് KSUന്റെ മുദ്രാക്കി പിടിക്കുന്ന KSUക്കാരുടെ ചങ്കുറപ്പിന്റെ മുമ്പിൽ ഒരു വിപ്ലവ പ്രസ്ഥാനം കേരളത്തിൽ അത്തരത്തിലുള്ള KSU പ്രസ്ഥാനമാണ് ഈ വിമൽ ജ്യോതി ക്യാമ്പസിലുള്ളത്. അതുകൊണ്ട് മാനേജ്മെന്റിന്റെ ഒത്താശ കളിയോ അല്ലെങ്കിൽ KSU പ്രവർത്തകന്റെ പേരില് മേലിലുള്ള ബാക്കി രാഷ്ട്രീയ സംഘടന കോലുകളിയോ ഒന്നും ഈ വിമൽ ജ്യോതി ക്യാമ്പസിൽ നിന്ന് നടക്കില്ല. ഇതേപോലുള്ള രാഷ്ട്രീയ അരാജകത്വം ഇനി തുടരുകയാണെങ്കിൽ വിമൽ ജ്യോതി ക്യാമ്പസിലെ KSU പ്രവർത്തകർ സംഘടിക്കും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ശക്തികൾക്കോ അതിന് തടയിടാനോ അതിനെ എതിർക്കാനോ സാധിക്കില്ല. കാരണം KSUക്കാർ ചങ്കുറ്റുള്ളവർ തന്നെയാണ്, ചങ്കുറ്റുള്ളത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ KSUന്റെ നീലക്കുടി ഒടിച്ചിട്ടുണ്ടെങ്കിൽ ചങ്കുറ്റക്കാർ
അവിടുത്തെ SFI കൂടി അതിനേക്കാൾ കൂടുതൽ തവണ ഒടുങ്ങിയിട്ടുണ്ട്. അത് ആരെങ്കിലും ഒന്നും നോക്കിയിട്ടില്ല. അത് ആരെങ്കിലും എന്നും നോക്കിയിട്ടല്ല. ചങ്കുക്കുള്ള 10 പേര് മതി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മതി. ഞങ്ങൾക്ക് നേരിട്ട് 1000 കൊണ്ടിട്ട് അഭ്യാസം എനിക്ക് ആർക്കും സാധിക്കട്ടെ. ഇത് രജനീകാന്തിന്റെ പണം അല്ല. അപ്പൊ അതേപോലെ ചങ്കുറ്റുള്ള പ്രസ്ഥാനം, നമ്മുടെ ചങ്കുറ്റുള്ളവരാ, നമ്മുടെ ചോരയ്ക്കും നിറം ചുവപ്പ. ഈ കേരളത്തിലെ ക്യാമ്പസിൽ ചോരുന്ന എന്നും KSകാരുടെ ചോര കിട്ടണം. അല്ലാതെ ഒരു SFIക്കാരൻ ചോര കിട്ടി ചോദിച്ചിട്ടില്ല. അവര് രക്തസാക്ഷികൾ ഉണ്ടാക്കാനേ നടന്നിട്ടുള്ളൂ. കൂടെ നിന്ന് പഠിക്കുന്നത് മനസ്സിലാക്കപ്പെട്ടത് രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമം സൃഷ്ടിച്ച് ക്യാമ്പസിലെ അരാജകത്വം സൃഷ്ടിക്കുന്ന SFIയുടെ ഗുണ്ടകളുടെ തടയിടാൻ ഈ വിമർശനത്തില് നമ്മുടെ KSന്റെ പിള്ളേർക്ക് സാധിക്കണം. നമ്മുടെ സംഘടന കാണിച്ചു കൊടുക്കണം. എനിക്കറിയാം, എന്റെ മുന്നിൽ നിന്ന് ഈ കൈയടിക്കുന്ന നിങ്ങളുടെ സന്തോഷം, ഈ കണ്ണൂരിന്റെ ചുമന്നുമണിയിൽ നിന്ന് നീലക്കൊടി ഉയർത്തി KSന്റെ മുദ്രാവാക്യം വിളിക്കുന്ന സന്തോഷം അത് കേരളത്തിലെ മുഴുവൻ KSക്കാർക്കും മാതൃകയാണ്. നിങ്ങളെല്ലാവരും ജീവിക്കുന്ന രക്തസാക്ഷികളാവാതെ ജീവിക്കുന്ന നല്ല മനുഷ്യരായി ഇവിടെ അക്രമം സൃഷ്ടിക്കുന്ന SFIക്കാർക്കൊക്കെ മാതൃകയായി വിമൽ ജ്യോതി ക്യാമ്പസിന്റെ നേർക്കെ അടുത്ത വർഷം ഒരു കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഇലക്ഷന് ശേഷം ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് KSന്റെ വാനിൽ ഉയർന്നു പറഞ്ഞുള്ള ദീപശിഖാന്തിന്റെ നീലപ്പൻ പതാകയുടെ കീഴിൽ നിന്ന് ആഗ്രഹത്തോടെ KSന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് KS കോളേജ് യൂണിയൻ പ്രവർത്തകർ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾക്കും ജ്വലിക്കുന്ന ഒരു പ്രസ്ഥാനമായി KSന് മാറാൻ നമുക്ക് സാധിക്കും. വിമൽ ജ്യോതി ക്യാമ്പസിലെ അരാഷ്ട്രീയവാദികളായ മാനേജ്മെന്റ് പുസ്തകങ്ങൾക്കെതിരെ, അതേപോലെ തന്നെ രാഷ്ട്രീയ അക്രമം സൃഷ്ടിക്കുന്ന SFIക്കാർക്കെതിരെ തിരിച്ചടിക്കാൻ ശക്തമായ ആദർശങ്ങളുടെ തിരിച്ചടിക്കാൻ ശക്തമായ വൻ നീലക്കോട്ടത്തേക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വിമൽ ജ്യോതി ക്യാമ്പസിന്റെ മതിൽക്കെട്ടിൽ നിന്ന് മതിൽക്കെട്ടിന്റെ പുറത്തേക്ക് SFIയുടെ ചെങ്കൊടി എറിഞ്ഞുകളയാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കൂടപ്പിറപ്പുകളെ മനസ്സിലാക്കാം, കൂടെ ഇരുന്ന് പഠിക്കുന്നവരെ മനസ്സിലാക്കാം. അല്ലാതെ അവന്റെ രാഷ്ട്രീയ നോക്കി പകരം വിട്ടുവയ്ക്കുന്ന രാഷ്ട്രീയ വിഘടനമായി മാറുന്നത്. KS പ്രസ്ഥാനം എന്നും രാഷ്ട്രീയത്തിന്റെ നേരും ദൂരവും അറിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. ചങ്കുറ്റുള്ള പ്രവർത്തകര്, ചങ്കുറ്റുള്ള നേതാക്കളെ സൃഷ്ടിച്ചുള്ള പ്രസ്ഥാനമാണ്. നമ്മൾ ഒരിക്കലും രക്തസാക്ഷികളെ സൃഷ്ടിക്കാറില്ല. രക്തസാക്ഷികൾ നമുക്ക് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം രക്തസാക്ഷികളെ സൃഷ്ടിച്ച് കയ്യേറിയാക്കേണ്ട ഗതികേടൊന്നും KSന് കേരളത്തിലുണ്ടായില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാരണം കണ്ണൂരിന്റെ ചുവന്നുമണ്ണിൽ എനിക്ക് ഒരു നീലസ്ഥാപനം തീർത്ത വിമൽ ജ്യോതി ക്യാമ്പസിലെ ചങ്കുറ്റുള്ള KSകാർക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതേപോലെ തന്നെ എന്നെ ഈ ക്യാമ്പസിലെ ചങ്കുറ്റുള്ള വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി ക്ഷണിച്ച KSന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുദീപിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം കേരളത്തിലെ മുഴുവൻ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന എനിക്ക് പോലും, ഞങ്ങൾ പോലും കണ്ടിട്ടുള്ള, ആഗ്രഹിച്ചിട്ടുള്ള, കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള KS പ്രവർത്തകരാണ് KS നേതാക്കന്മാരാണ് കണ്ണൂരില്. കാരണം ചുവപ്പിന്റെ വിപ്ലവ രാഷ്ട്രീയത്തിൽ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ പടവെട്ടി നീലക്കൊടി പൊന്തിക്കുന്ന KSന്റെ ചുരുത്തിനുള്ള ചങ്കുറ്റുള്ള പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരുള്ള ജില്ല കണ്ണൂരാണ്. അത്തരത്തിലുള്ള ചങ്കുറ്റുള്ള ഒരുപാട് പേർ ഈ വിമൽ ജ്യോതി ക്യാമ്പസിലുണ്ട് എന്ന് മനസ്സിലാക്കി. നിങ്ങളെപ്പോലുള്ള ചങ്കുറ്റുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ KSലേക്ക് കടന്നു വരേണ്ടതും നമ്മുടെ രാഷ്ട്രീയ വിഘടനങ്ങൾക്ക് ഒരു പാഠം പഠിപ്പിക്കുന്നതും. അത്തരത്തിൽ നല്ല നാളുകൾ KSനുണ്ടാവും. ഈ സംഘത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ആത്മാർത്ഥതയുള്ള മുദ്രാക്കം വഴി ഞരമ്പ് പൊട്ടി, കണ്ടം പൊട്ടി, ശംഖ് പൊട്ടി, കരക്ക് പൊട്ടി നമ്മൾ KSന് വിളിക്കുന്ന ഓരോ കൈവിളിയും
അതിന്റെ നീലാകാശത്തിൽ പോകുമ്പോൾ അടുത്ത വർഷം ഇമൽജോലി ക്യാമ്പസിലെ ഒരു കൊടി ഉയർത്തുന്നുണ്ടെങ്കിൽ അത് കാലത്തിന്റെ എല്ലാവർക്കും വിപ്ലവത്തിന്റെ നീല വിപ്ലവത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് കെ എസ് യു.